അയാളെടുത്ത് പോ. അങ്ങനെ സംസ്കൃതിയുടെ പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലുസൈലി വെടിക്കെട്ട് കാണാൻ പോവാന്ന് വിചാരിച്ചു. ട്രാഫിക് ബ്ലോക്ക് കാരണം റോട്ടിൽ നിന്ന് വെടിക്കെട്ട് കാണേണ്ട അവസ്ഥയായിരുന്നു. മൊത്തം ബ്ലോക്കായിരുന്നു കേട്ടോ. കോർണിഷില് ഹോഴ്സ് റൈഡ് കാണാൻ പോകുന്നവരുടെ തിരക്കും ലുസൈലില് വെടിക്കെട്ട് കാണാൻ പോകുന്നവരുടെ തിരക്കും. അവസാനം ഞങ്ങള് ഖത്താരയില് കൾച്ചറൽ ഇവന്റ്സ് കാണാൻ വേണ്ടി വന്നു. കുറച്ച് ദിവസങ്ങളായി സ്റ്റാർട്ട് ചെയ്തിട്ട് ട്രഡീഷണൽ കൾച്ചേഴ്സ് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പുരാതന രീതിയിലാണ് ഇവിടെ ഓരോ ഷോപ്പും നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലുള്ള ചെറുവള്ളങ്ങൾ, കൊട്ട, വട്ടി, ഓർണമെന്റ്സ് അതൊക്കെ നമുക്ക് ലൈവായി തന്നെ നിർമ്മിക്കുന്നത് കാണാൻ പറ്റും. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ തന്നെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് ഇതും. എന്തായാലും അറബ് കപ്പ് പ്രമാണിച്ച് ഓരോ സ്ഥലത്തും ഓരോ പ്രോഗ്രാമാണ് ഖത്തർ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീക്കെൻഡ് ആയാലും ഓരോരുത്തർക്കും കൺഫ്യൂഷൻ ആണ് എവിടേക്ക് പോകണം എന്നുള്ളത്. ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും ഇവരൊരു ഒമാനി ഹൽവ, ഇതിലെല്ലാ തരം നട്ട്സും ഇട്ടിട്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റിലുള്ള ഒരു സാധനം, അത് അവർ ഫ്രീ ആയി തന്നെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീക്കെൻഡിലെ വിശേഷങ്ങൾ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കുടിക്കും.